ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കുറേ ദിവസമായി ഒരു ബ്രേക്ക് എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഒരു ഹെൽത്തി ഡിഷും കൊണ്ടുവരാം. അപ്പോൾ ഒരു നോ ഓയിൽ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ചിക്കൻ കറി വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് മച്ച് ഹസിൽസ്, അങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തു. അപ്പോൾ ഇത് ഒരാൾക്ക് ഒരു നേരത്തെ പോർഷനേ ഉണ്ടാക്കുന്നുള്ളൂ. സോ ദാറ്റ് ഒരു 6-7 പീസ് ഓഫ് ചിക്കൻ ഇത് തന്നെ ബാക്കിയായിരിക്കും. അപ്പോൾ നമുക്കിഷ്ടമുള്ളതനുസരിച്ച് ക്വാണ്ടിറ്റി മാറ്റാം. അതിലേക്ക് ഒരു ചെറിയ ഒണിയൻ കുഞ്ഞിതായി കട്ട് ചെയ്തത്, ഒരു 4 അല്ലി ഓഫ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്തു. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഓഫ് മുളക് പൊടി, ദെൻ ഒരു 1/4 ടീസ്പൂൺ ഓഫ് ഗരം മസാല ആൻഡ് കുറച്ച് ഉപ്പ്. ആ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് സെറ്റപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് മുങ്ങി കിടക്കുന്ന അത്ര വെള്ളം, ഇപ്പോൾ തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. സാധാ വെള്ളം, പച്ചവെള്ളം ഒഴിക്കാം, നോ ഇഷ്യൂസ്. ഇപ്പോൾ വെള്ളം തിളച്ച് അവിടെ കിടക്കുന്നത് കൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആസ് നോർമൽ കുക്കിംഗ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുന്നു. ഇനി ഇത് തിളയ്ക്കുന്നു, നോർമൽ കലാപരിപാടികൾ. അപ്പോൾ നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ ചിക്കൻ ആസ് എ പാർട്ട് ഓഫ് പ്രോട്ടീൻ കഴിക്കേണ്ടി വരുമ്പോൾ വെറുതെ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഫ്ലേവർഫുള്ളായിട്ട് കഴിക്കാം. എന്നാൽ ഓവറായിട്ട് നമ്മൾ സ്പൈസസോ ഓയിലോ ഗീയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഗിൽറ്റ് ഫ്രീ ആയിട്ട് കഴിക്കുകയും ചെയ്യാം. സോ ടേസ്റ്റി ആൻഡ് ഹെൽത്തി, അതാണ് നമ്മുടെ ഒരു മോട്ടീവ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ആഡ് ചെയ്യണമായിരുന്നു, അത് വിട്ടുപോയായിരുന്നു. നമ്മളിപ്പോൾ ഓണിയനൊക്കെ ആഡ് ചെയ്ത ടൈമിൽ തന്നെ ആഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആദ്യമേ ആഡ് ചെയ്യാം, എല്ലാം ഇനീഷ്യലി ആഡ് ചെയ്തിട്ട് അങ്ങ് തിളപ്പിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മളെന്താ ഇങ്ങനെ കറിയിലേക്ക് നോക്കുമ്പോൾ എന്തോ കുറവുണ്ടല്ലോ, ഈ ഷൂട്ട് ചെയ്യാനിരുന്നുള്ള പ്രശ്നം, നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യം നമ്മൾ വിട്ടുപോകും. അപ്പോൾ ആ തക്കാളി കൂടി നമ്മൾ ഒണിയൻ കട്ട് ചെയ്ത പോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് അതിലത്തെ വെള്ളം മുഴുവൻ വറ്റിക്കുക. പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓയിലൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നമ്മൾ ആദ്യം സവോള വഴറ്റുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഓയിൽ കട്ട് ചെയ്യുന്നൊരു ടൈമിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റി ഡിഷ്. ഇതിപ്പോൾ നമ്മൾ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ കഴിക്കുന്ന ഫുഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ബട്ട് ദെൻ ഇത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ പോകും. നമ്മളുടെ നോർമൽ ചിക്കൻ കറിയുടെ അത്ര സ്പൈസ് ലെവൽ ഇല്ലയെന്നേ ഉള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഈ പരുവത്തിലായി കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു തരിങ്കൂടം റോസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്.